പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് സ്ഥാനം നേടിയവരെ വേണം 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കുവാനെന്ന് ആന്റോ ആന്റണി MP പറഞ്ഞു. കൊച്ചി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയമാണ് അസംബ്ലിയിലുള്ള പരാജയം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടുകൂടി ഇത്രയേറെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിലും അത് ഒട്ടാക്കി മാറ്റാൻ കഴിയുന്ന സംഘടനാ സംവിധാനമോ ശക്തിയോ അതിനുള്ള നേതൃപാഠമോ കോൺഗ്രസിന്റെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർക്ക് ഇല്ല എന്നുള്ളത് അത് ഇടതുമുന്നണിയും അത് പൂർണ്ണമായി മനസ്സിലാക്കി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ കൈവരലിൽ അവിടെ പുതിയ മേയറുടെയോ മുനിസിപ്പൽ ചെയർമാന്റെയോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ ആഘാതങ്ങൾ പരിഹരിക്കാനുള്ള കൈ നമുക്കില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 6-ാം മാസം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിന് 2 മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. എന്ന് വെച്ചാൽ കൃത്യം 3 മാസം മാത്രമേ മുന്നിലുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതിന്റെ പഠനമടക്കങ്ങളും അത് പരിഹരിക്കാനുള്ള സമയം നമുക്ക് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്വാൻസ് ആയി തന്നെ നമ്മൾ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹൈബി ഈഡൻ MP, ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, KPCC സെക്രട്ടറിമാരായ MR അഭിലാഷ്, തമ്പി സുബ്രഹ്മണ്യം, ടോണി ചമണി, ജില്ലാ സെക്രട്ടറി MP ശിവദത്തൻ, UDF ചെയർമാൻ ജോൺ പഴേരി, ദിലീപ് കുഞ്ഞുകുട്ടി, ഷാജി കുറുപ്പശ്ശേരി, PS സക്കീർ, സുമിത് ജോസഫ്, അവരാച്ചൻ എട്ടുങ്കൽ, MH ഹരീഷ്, VT ആന്റണി, ജോഷി ആന്റണി, ജോൺ അലോഷ്യസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നടക്കാൻ പോകുന്ന കേരള നിയമനിർമ്മാണ സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ബഹുമാന്യനായ ശ്രീ VD സതീശൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് കൊച്ചി നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിംഗും ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരുമെല്ലാം ഈ പ്രക്രിയയെ നോക്കിക്കാണുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്കുകളിലും ഈ ക്യാമ്പുകൾ നടക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും ഇനിയുമുണ്ട്. മറ്റൊരു വിശേഷവുമായി കാണാം. റെഡ് ജനറബല്ലോ ന്യൂസ് ടുഡേ തോപ്പുംപടി.